നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിലേക്ക് ഓരോ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ MOPയുടെ ബാക്കി ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പരീക്ഷ എല്ലാം നല്ലതായി എഴുതി എല്ലാവരും എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. MOPയുടെ ഒരു പോർഷൻ ഞാൻ അന്ന് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൂടി ഇത്തവണ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ധൃതിയിൽ ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. നമുക്ക് തുടങ്ങാം. മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഫോർ അക്കൗണ്ട് ടെസ്റ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോമൺലി യൂസ്ഡ് സബ്ഹെഡ്സ് ഡു നോട്ട് ഇൻക്ലൂഡ് എ ജനറൽ, ബി മിസ്ലേനിയസ്, സി പോലീസ്, ഡി ബഡ്ജറ്റ്. അതായത് ജനറലായിട്ടുള്ള ഹെഡ് അല്ലാത്തത് ഏതാണെന്നാണ്, സബ് ഹെഡ് ആയിട്ട് വരാത്തത് ഏതാണെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ പോലീസ് ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2, വെൻ ഇറ്റ് ഈസ് പ്രപ്പോസ് ടു അഡ്രസ് ദി ഗവൺമെൻറ്, ദ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓർ ദി വൈസ് ചാൻസലർ, ദി കറസ്പോണ്ടൻസ് ഷാൽ ബി ഇൻ ദ ഫോം ഓഫ്. അതായത് ഗവൺമെൻറ്റിനെയോ പബ്ലിക് സർവീസ് കമ്മീഷനെയോ വൈസ് ചാൻസലറെയോ അഡ്രസ്സ് ചെയ്യേണ്ടത് ഏത് ഫോമിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഇൻ ദി ലെറ്റർ ഫോം. ലെറ്ററിലായിരിക്കണം ഇവരെയൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നർത്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 3, വെൻ ആൻ ഓഫീസർ ഓഫ് വൺ ഡിപ്പാർട്ട്മെൻറ്റ് വാണ്ട്സ് എനി ഇൻഫർമേഷൻ ഫ്രം അനദർ ഓഫീസർ ഓഫ് അനദർ ഡിപ്പാർട്ട്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ ടു ബി മെയ്ഡ് ഈസ് ഇൻ ദ ഫോം ഓഫ്. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഓഫീസർക്ക് എന്തെങ്കിലും ഒരു വിവരം ശേഖരിക്കണം മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ അയക്കുന്ന ഫോം ഏതാണ്? അത് ലെറ്ററിലാണ്. അത് പാരാ 104 1A അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ദ ഹെഡ് ഓഫ് ദി ഓഫീസ് റെക്കോർഡ്സ് ഹിസ് ഡിസിഷൻ ഇൻ എക്സർസൈസ് ഓഫ് എ സ്റ്റാറ്റ്യൂട്ടറി പവർ ഓർ വെയർ ഇമ്പോർട്ടൻറ്റ് എക്സിക്യൂട്ടീവ് ഡിസിഷൻസ് ആർ ടേക്കൺ വിൽ ബി റെക്കോർഡഡ് ഇൻ ദി. അതായത് ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ നിയമപരമായ അധികാരം വിനിയോഗിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് നിർവാഹക ഉദ്യോഗസ്ഥൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നത് ഏത് ഫോമിലാണ്? അതിനെയാണ് നമ്മൾ പ്രൊസീഡിങ്സ് ഫോം എന്ന് പറയുന്നത്. 104(2) അത് വിശദീകരിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5, ദ ഫോം യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കാൾ ഫോർ ഇൻഫർമേഷൻ ബിറ്റ്വീൻ ദ സെക്ഷൻസ് ഓഫ് ദി സെയിം ഓഫീസ് ആൻഡ് ടു ഇഷ്യൂ ചാർജ് മെമ്മോസ് ഓർ ഷോ കോസ് നോട്ടീസ് ഈസ് കോൾഡ്. അതായത് ഒരു ഓഫീസിലെ 2 സെക്ഷനുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു വിവരം ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഒരു ചാർജ് മെമ്മോ ഇഷ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ ഷോ കോസ് നോട്ടീസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഏത് ഫോമിലാണെന്നാണ്. അതിനെയാണ് നമ്മൾ മെമ്മോറാണ്ടം ഫോം അല്ലെങ്കിൽ നമ്മൾ ബ്രീഫായിട്ട് മെമ്മോ എന്ന് പറയാറുള്ളത്. ദെൻ ക്വസ്റ്റ്യൻ 6, when the copy of a paper is sent to a subordinate officer for remarks or is communicated to him in original for information or disposal, the disposal takes in the form of. അതായത് ഒരു പേപ്പറിൻ്റെ കോപ്പി അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ് ഓഫീസർക്ക്, തൊട്ട് താഴെയുള്ള ഓഫീസർക്ക് റിമാർക്സിന് വേണ്ടി അയക്കുമ്പോൾ അല്ലെങ്കിൽ ഒറിജിനലായിട്ട് തന്നെ അത് അദ്ദേഹത്തിന് കൈമാറുമ്പോൾ എന്തെങ്കിലും വിവരം സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, ആൻഡ് ദ ഡിസ്പോസൽ ടേക്സ് ഇൻ ദ ഫോം ഓഫ്. അതിനെയാണ് നമ്മൾ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. പേപ്പർ എൻഡോഴ്സ് ചെയ്തു എന്ന് പറയുന്നത് അതിനെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7, ഇഫ് ദി ഒറിജിനൽ പേപ്പർ ഇറ്റ് സെൽഫ് ഈസ് സെൻറ്റ് ടു ദ സബോർഡിനേറ്റ് ഓഫീസർ ഫോർ റിമാർക്സ് ഇറ്റ് ഈസ് കാൾഡ് എൻ റെഫറൻസ്. ഇത് വളരെ പ്രധാനമാണ്. ആ ഒറിജിനൽ പേപ്പർ തന്നെ, മുകളിൽ നമ്മൾ കണ്ടത് അതിൻ്റെ കോപ്പിയാണ് കൊടുക്കുന്നത്. ഇതങ്ങനെയല്ല, ഒറിജിനൽ പേപ്പർ തന്നെ സബോർഡിനേറ്റ് ഓഫീസർക്ക് നൽകിയിട്ട് റിമാർക്സ് ആവശ്യപ്പെടുകയാണ്. അതിനെയാണ് നമ്മൾ എൻ റെഫറൻസ് എന്ന് പറയുന്നത്. റെഫറൻസ് R ക്യാപിറ്റലാണെന്ന് ഓർക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 8, ഇഫ് ദി ഒറിജിനൽ പേപ്പർ ഇറ്റ് സെൽഫ് ഈസ് സെൻറ്റ് ടു എ സബോർഡിനേറ്റ് ഓഫീസർ ഫോർ ഇൻഫർമേഷൻ ഓർ ഡിസ്പോസൽ ഇറ്റ് ഈസ് കോൾഡ്. അതുപോലെ ഒറിജിനൽ പേപ്പർ തന്നെ സബോർഡിനേറ്റ് ഓഫീസർക്ക് അദ്ദേഹത്തിൻ്റെ അറിവിലേക്കായിട്ട് അല്ലെങ്കിൽ ആ പേപ്പറിൽ അന്തിമ തീരുമാനം എടുക്കാനായി നൽകപ്പെടുന്ന ഡിസ്പോസലിന് വേണ്ടിയിട്ട് അയക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എൻ ഡിസ്പോസൽ എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9, ഗവൺമെൻറ് ക്യാൻ ബി അഡ്രസ്ഡ് ഡയറക്ട്ലി ബൈ. ഗവൺമെൻറ്റിനെ അഡ്രസ്സ് ചെയ്ത് ലെറ്റർ അയക്കുമ്പോൾ അതിനുള്ള അധികാരം ഒരു ഓഫീസിൽ ആർക്കാണ്?
അപ്പോൾ ഒരു സൂപ്രണ്ടിനോ അല്ലെങ്കിൽ സെക്ഷൻ ഓഫീസർക്കോ ഒക്കെ അതിന് അധികാരം ഉണ്ടോയെന്നാണ് ചോദ്യം. നോ, ദി കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഫോർവേഡഡ് ബൈ ദി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് HOD തന്നെ വേണം ഗവൺമെൻറ്റിലേക്കുള്ള ലെറ്ററുകൾ അയക്കാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സൈൻ ചെയ്ത് ലെറ്റർ ഗവൺമെൻറ്റിലേക്ക് അയക്കാൻ പാടുള്ളൂ. Then question number 10, which of the following officers can directly address the government? A. Regional officers, B. District officers, C. Head of office, D. Commissioner for Workmen's Compensation. അതായത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈ പറഞ്ഞ 4 പേരിൽ ക്യാൻ ഡയറക്റ്റ്ലി അഡ്രസ് ദി ഗവൺമെൻറ്, ഗവൺമെൻറ്റിനെ നേരിട്ട് അഡ്രസ്സ് ചെയ്യാൻ അധികാരമുള്ള ആൾ ആരാണെന്നാണ്. അതിൻ്റെ ആൻസർ ഡി, കമ്മീഷണർ ഫോർ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആണ്. ഈ 4 പേരിൽ കമ്മീഷണർക്കാണ് അതിന് അധികാരം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11, ഫെയർ കോപ്പീസ് ഓഫ് ലെറ്റേഴ്സ് അഡ്രസ് ടു ഹയർ അതോറിറ്റീസ് ഷുഡ് ബി സൈൻഡ് ബൈ. അതായത് ഹയർ അതോറിറ്റീസിന്, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ലെറ്റേഴ്സിൻ്റെ ഫെയർ കോപ്പി അയക്കുമ്പോൾ അത് അറ്റസ്റ്റ് ചെയ്യേണ്ടത്, അതിൽ സൈൻ ചെയ്യേണ്ടത് ആരാണ്? ദി ഹെഡ് ഓഫ് ദി ഓഫീസ് ആയിരിക്കണം. ദെൻ മെമ്മോറാണ്ട മേ ബി സൈൻഡ് ബൈ. അതുപോലെ മെമ്മോറാണ്ടം അല്ലെങ്കിൽ മെമ്മോ ഒപ്പിടേണ്ടത് ആരാണ്? സൂപ്പറിൻറ്റൻഡൻ്റ് ഓഫ് സെക്ഷൻസ്. സൂപ്രണ്ട് വേണം മെമ്മോ ഒപ്പിടാൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13, ഓൾ കമ്മ്യൂണിക്കേഷൻസ് വിൽ ബി സെൻറ്റ് ഒൺലി ഇൻ ദ നെയിം ഓഫ്. എല്ലാ കമ്മ്യൂണിക്കേഷൻസും അയക്കേണ്ടത് ആരുടെ പേരിലാണ്? ഹെഡ് ഓഫ് ഓഫീസ് ഈസ് ദി ആൻസർ. ദെൻ 14, ഓൾ പ്രൊസീഡിങ്സ് കണ്ടെയ്നിങ് ഓർഡേഴ്സ് പാസ്ഡ് ഇൻ എക്സർസൈസ് ഓഫ് എ സ്റ്റാറ്റ്യൂട്ടറി പവർ മസ്റ്റ് ബി സൈൻഡ് ബൈ. അതായത് ഒരു ഓഫീസിലെ എല്ലാ പ്രൊസീഡിങ്സും കണ്ടെയ്നിങ് ഓർഡേഴ്സ് പാസ്ഡ് ഇൻ എക്സർസൈസ് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ്, അതായത് നിയമപരമായ കാര്യങ്ങൾ ഉദ്ധരിച്ചും കൊണ്ട് ഇറക്കുന്ന ഉത്തരവുകൾ ആര് വേണം ഒപ്പിടാൻ? അത് ഹെഡ് ഓഫ് ഓഫീസാണ്. ക്വസ്റ്റ്യൻ 15, കറസ്പോണ്ടൻസ് ഷാൽ നോട്ട് ബി കണ്ടൻസ്ഡ്, സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. അതായത് നമ്മൾ കറസ്പോണ്ടൻസ് അയക്കുമ്പോൾ വളരെ ബ്രീഫായിട്ട് ആണോ അയക്കേണ്ടത്? കാരണം ഉന്നത അധികാരികൾക്കോ ഗവൺമെൻറ്റിനോ ഒക്കെ നമ്മൾ കറസ്പോണ്ടൻസ് അയക്കുമ്പോൾ അതിൻ്റെ ഫാക്സിലെങ്ങും ഒരു അവ്യക്തതയും ഉണ്ടാവാൻ പാടില്ല. വളരെ എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് മനസ്സിലാക്കത്തക്ക രീതിയിലായിരിക്കണം കറസ്പോണ്ടൻസ്. സോ വെദർ ഇറ്റ് ഈസ്, അപ്പോൾ അത് കണ്ടൻസ് ചെയ്യണോ, അത് സംക്ഷിപ്തമായിട്ട് അയക്കണോ എന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് ഫോൾസ്. കാരണം വളരെ എലോബറേറ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എല്ലാം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയുള്ള കറസ്പോണ്ടൻസ് വേണം അയക്കാൻ എന്നർത്ഥം. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. ദെൻ കമ്മ്യൂണിക്കേഷൻസ് ടു ദ ഹൈക്കോർട്ട് ഷുഡ് ബി അഡ്രസ് ടു. ഹൈക്കോർട്ടിലേക്ക് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ അയക്കുകയാണെന്ന് സങ്കല്പിക്കുക. ആരെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനാണോ, മറ്റ് ജഡ്ജസിനാണോ, അല്ലെങ്കിൽ ഏത് ഉദ്യോഗസ്ഥനെ വേണം അഡ്രസ്സ് ചെയ്യാമെന്നാണ്. അതിൻ്റെ ആൻസർ രജിസ്ട്രാർ ഓഫ് ഹൈക്കോർട്ട്. എല്ലാ കറസ്പോണ്ടൻസും കമ്മ്യൂണിക്കേഷൻസും രജിസ്ട്രാർ ഓഫ് ഹൈക്കോർട്ടിനെ അഡ്രസ്സ് ചെയ്ത് വേണം അയക്കാൻ. ദെൻ കമ്മ്യൂണിക്കേഷൻസ് ടു ദ PSC ഷുഡ് ബി അഡ്രസ് ടു ദി. അതുപോലെ PSCക്ക് നമ്മൾ അയക്കുന്ന കമ്മ്യൂണിക്കേഷൻസൊക്കെ ആർക്കാണ്? ചെയർമാനാണോ, മെമ്പേഴ്സിനാണോ, അത് സെക്രട്ടറിക്കാണോ? അതിൻ്റെ ആൻസർ സെക്രട്ടറി ടു ദി PSC. ദെൻ കമ്മ്യൂണിക്കേഷൻസ് ടു ദി ബോർഡ് ഓഫ് റവന്യൂ ഷുഡ് ബി അഡ്രസ് ടു. അതുപോലെ ബോർഡ് ഓഫ് റവന്യൂവിന് നമ്മൾ കത്തുകൾ അയക്കുമ്പോൾ അത് ആരെ അഭിസംബോധന ചെയ്തിട്ടായിരിക്കണം, ആരുടെ പേരിലായിരിക്കണം? അത് സെക്രട്ടറി ഓഫ് ദി ബോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19, ഹു ഈസ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ഫോർ സീയിങ് ടു ദി പ്രോംപ്റ്റ് ഡെസ്പാച്ച് ഓഫ് പേപ്പേഴ്സ് സെൻറ്റ് ടു ഹിം ഇൻ ദി ഫെയർ കോപ്പി സെക്ഷൻ ഫോർ ഇഷ്യൂ. അതായത് ആർക്കാണ് ഉത്തരവാദിത്വം? പ്രോംപ്റ്റ് ഡെസ്പാച്ച്, പെട്ടെന്ന് തന്നെ ആ പേപ്പർ അയക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഓഫ് പേപ്പേഴ്സ് സെൻറ്റ് ടു ഹിം ഇൻ ദി ഫെയർ കോപ്പി സെക്ഷൻ. ആ ഫെയർ കോപ്പി സെക്ഷനിൽ കിട്ടുന്ന പേപ്പറുകൾ പെട്ടെന്ന് അത് ഡെസ്പാച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അത് സൂപ്പറിൻറ്റൻഡൻറ്റ്. ദെൻ ഓൾ ഫെയർ കോപ്പി ഷുഡ് ബി ടൈപ്ഡ് വിത്ത് ഡബിൾ സ്പേസിങ്, സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. അതായത് ടൈപ്പ് ചെയ്യുന്നത്, ഫെയർ കോപ്പി ടൈപ്പ് ചെയ്യുന്നത് ഡബിൾ സ്പേസിലാണോ? നോ, ഇറ്റ് ഈസ് ഫോൾസ്. ദെൻ 21, ബിഫോർ എ ടൈപ്പിസ്റ്റ് ബിഗിൻസ് എ കോപ്പി to copy a paper for issue, he shall verify that it bears the initials of the. അതായത് ഒരു ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നതിന്, ഒരു പേപ്പർ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ടൈപ്പിസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെദർ ഇറ്റ് ബേഴ്സ് ദി ഇനിഷ്യൽ ഓഫ്. അതിനകത്ത് ആരാണ് ഇനിഷ്യലി ചെയ്തിരിക്കുന്നത്, ആരായിരിക്കണം ഇനിഷ്യലി ചെയ്യേണ്ടത്? എ ഗസറ്റഡ് ഓഫീസർ.
അപ്പോൾ ഗസറ്റഡ് ഓഫീസർ ഇനിഷ്യൽ ചെയ്ത പേപ്പറാണോ ഫെയർ കോപ്പി എടുക്കാനായിട്ട് അയച്ചത് എന്ന് അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് ശ്രദ്ധിക്കേണ്ടതാണ്. ദെൻ ദി ഫെയർ കോപ്പി മെയ്ഡ് ബൈ ദ ടൈപ്പിസ്റ്റ് ഈസ് കമ്പയർഡ് ബൈ ദി കമ്പയറിംഗ് ക്ലാർക്ക് ആൻഡ് ഇനിഷ്യൽ ബൈ ദി ക്ലാർക്ക്. ഫെയർ കോപ്പി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പയർ ചെയ്യേണ്ടത് ആരാണ്? ബൈ കമ്പയറിംഗ് ക്ലാർക്കാണ്. കമ്പയറിംഗ് ക്ലാർക്ക് ഉണ്ട്, അദ്ദേഹം അത് ഒത്തു നോക്കണം. ആൻഡ് ഇനിഷ്യൽഡ് ബൈ ദി ക്ലാർക്ക്, അങ്ങനെ ഒരു ഡ്യൂട്ടി നിർവഹിച്ചു എന്ന് അദ്ദേഹം ഇനിഷ്യൽ ചെയ്യുകയും വേണം. ദെൻ എവിടെയാണ്? ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇനിഷ്യൽഡ് ബിലോ ദി എൻട്രി ഓഫ് ഡെസിഗ്നേഷൻ ഓഫ് ദി ഓഫീസർ. അതായത് ഓഫീസറുടെ ഡെസിഗ്നേഷന് തൊട്ട് താഴെ വേണം ആ ഇനിഷ്യൽ രേഖപ്പെടുത്താൻ എന്നർത്ഥം. ദെൻ കോപ്പീസ് ഓഫ് പ്രൊസീഡിങ്സ് ഓൺ ഡിസിപ്ലിനറി കേസസ് ഷുഡ് ബി സൈൻഡ് ബൈ ദി, അതായത് ഡിസിപ്ലിൻ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്ന പ്രൊസീഡിങ്സൊക്കെ ഒപ്പിടേണ്ടത് ആരാണ്? ദാറ്റ് ഈസ് ഹെഡ് ഓഫ് ഓഫീസ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ്. ഇൻ റിപ്ലൈ ടു ദി ലെറ്റേഴ്സ് ഫ്രം MPs, MLAs അഡ്രസ്ഡ് ടു ദി ഓഫീസർ, replies will be issued over the signature of dash and if it is received in the headquarters over the signature of dash. അതായത് MPമാരും MLAമാരും ഓഫീസിലേക്ക് കമ്മ്യൂണിക്കേഷൻസ് ലെറ്റേഴ്സ് അയക്കുമ്പോൾ അവർക്ക് റിപ്ലൈ കൊടുക്കുമ്പോൾ അത് അയക്കേണ്ടത് ആര് ഒപ്പിട്ടിട്ടാണെന്നാണ്. ഓവർ ദ സിഗ്നേച്ചർ ഓഫ് ഓഫീസർ ടു ഹൂം ദ കമ്മ്യൂണിക്കേഷൻ വാസ് അഡ്രസ്ഡ്. MP, MLA ആരെയാണോ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് അതേ ഓഫീസർ തന്നെ വേണം റിപ്ലൈയും അറ്റസ്റ്റ് ചെയ്യാൻ, ഒപ്പിടാനെന്നർത്ഥം. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ഹെഡ്ക്വാർട്ടേഴ്സ്, അതല്ല ഒരു പൊതുകാര്യത്തിന് വേണ്ടിയിട്ട് അയച്ച, ഓഫീസിലേക്ക് അയച്ച ഒരു കത്താണ് എങ്കിൽ അത് ജോയിൻറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രേഡിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വേണം MPക്കോ MLAക്കോ മറുപടി നൽകാൻ. ദെൻ ഇഫ് സച്ച് ലെറ്റേഴ്സ് ആർ റിസീവ്ഡ് ഇൻ കളക്ടറേറ്റ്സ്, റിപ്ലൈസ് വിൽ ബി ഇഷ്യൂഡ് ഓവർ ദ സിഗ്നേച്ചർ ഓഫ്, അതായത് കളക്ടറേറ്റിലാണ് ഇങ്ങനെ ഒരു കത്ത് MPയുടെ MLAയുടെ കിട്ടുന്നതെങ്കിൽ റിപ്ലൈസ് വിൽ ബി ഇഷ്യൂഡ് ഓവർ ദ സിഗ്നേച്ചർ ഓഫ്, ആരുടെ സിഗ്നേച്ചറോട് കൂടി വേണം അതിന് മറുപടി നൽകാൻ എന്നാണ്. അതിൻ്റെ ആൻസർ ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി കളക്ടർ, ഏറ്റവും കുറഞ്ഞത് ഡെപ്യൂട്ടി കളക്ടറുടെ എങ്കിലും സിഗ്നേച്ചറോടുകൂടി മാത്രമേ അതിന് മറുപടി MLAക്കോ MPക്കോ നൽകാൻ പാടുള്ളൂ എന്നർത്ഥം. ദി തപാൽ ക്ലാർക്ക് should ensure that the registered article required to be sent as acknowledgement due has been booked as, അതായത് തപാൽ ക്ലാർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്? ദ രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് റിക്വയർഡ് ടു ബി സെൻഡ് ആസ് അക്നോളജ്മെൻറ്റ് ഡ്യൂ, അതായത് അക്നോളജ്മെൻറ്റ് ഡ്യൂ ആയിട്ട് രജിസ്റ്റേർഡായിട്ട് വരുന്ന കത്തുകളിൽ മടക്കി അയക്കുമ്പോൾ ഹാസ് ബീൻ ബുക്ക്ഡ് ആസ് അക്നോളജ്മെൻറ്റ് ഡ്യൂ എന്ന് പറഞ്ഞ് വേണം അത് ബുക്ക് ചെയ്യാൻ അർത്ഥം. ദെൻ ദി ഫാക്ട് ഓഫ് ഡെസ്പാച്ച് ഓഫ് എൻ ഡിസ്പോസൽ വിൽ ബി റെക്കോർഡഡ്. ഈ എൻ ഡിസ്പോസൽ റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്, എങ്ങനെയാണെന്നാണ്? ബൈ അഫിക്സിങ് ദ ഡെസ്പാച്ച് സ്റ്റാമ്പ് ഓൺ ദി നമ്പർ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ. അവിടെയുള്ള ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ഡെസ്പാച്ച് സ്റ്റാമ്പ് അഫിക്സ് ചെയ്തിട്ട് വേണം അത് ഡിസ്പോസ് ചെയ്യാൻ അർത്ഥം. അടുത്തത് ദി ഓബ്ജക്റ്റ് ഓഫ് യൂസിങ് ഇക്കോണമി ലേബൽ ഈസ് ദാറ്റ് ദി എൻവലപ്പ് ഷുഡ് ബി യൂസ്ഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ആ എൻവലപ്പ് നമുക്ക് ആവർത്തിച്ച് ഉപയോഗിക്കാം എന്നർത്ഥം. അതിനെയാണ് ഇക്കോണമി ലേബൽ എന്ന് അറിയപ്പെടുന്നത്. ഹൈക്കോർട്ട് രജിസ്ട്രാർസ് ലെറ്റർ ഷുഡ് ബി റിപ്ലൈഡ് ബൈ ഒഫീഷ്യൽസ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ്. ഹൈക്കോർട്ട് രജിസ്ട്രാർ അയക്കുന്ന കത്തിന് മറുപടി അയക്കേണ്ടത് ഏറ്റവും കുറഞ്ഞത് ജോയിൻറ്റ് സെക്രട്ടറി ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എ റെക്കോർഡ് കീപ്പർ? എല്ലാ ഓഫീസുകളിലും റെക്കോർഡ് കീപ്പേഴ്സ് ഉണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്താണ്? ഒന്ന്, സപ്ലൈ ഓഫ് റെക്കോർഡ്സ് ഇൻ റെസ്പോൺസ് ടു റെക്വിസിഷൻസ്, അതായത് സെക്ഷനിൽ നിന്ന് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് റെക്കോർഡ് അവർക്ക് ലഭ്യമാക്കുക. ദെൻ ചെക്കിംഗ് ഓഫ് റെക്കോർഡ്സ് ഡെപ്പോസിറ്റഡ്, അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന റെക്കോർഡുകൾ പരിശോധിക്കുക. ഡിസ്ട്രക്ഷൻ ഓഫ് റെക്കോർഡ്സ് ഇൻ ഡ്യൂ ടൈം, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പല ഡോക്യുമെൻസും അതിന് പീരീഡ് ഓഫ് പ്രിസർവേഷൻ ഉണ്ട്, അത് കഴിഞ്ഞാൽ അത് നശിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നശിപ്പിക്കാനുള്ള റെക്കോർഡുകളെയൊക്കെ തരംതിരിക്കുക. ദെൻ അത് നശിപ്പിക്കുക, അത് ഹയർ അതോറിറ്റിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ ആകാവൂ. ദെൻ ഓൾ ഓഫ് ദി അബവ്, ഈ പറഞ്ഞതെല്ലാം റെക്കോർഡ് കീപ്പറുടെ ചുമതലയാണ്. ഇതിലേതാണ് ശരിയെന്നാണ്.
ഈ മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങളും റെക്കോർഡ് കീപ്പറുടെ ദൗത്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ ദി ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബവ്. Question number 31. Not more than dash record shall be asked for in the same form and all the records issued out of the record section shall be entered in dash. അതായത് നോട്ട് മോർ ദാൻ 1 റെക്കോർഡാണ്. ഷാൽ ബി ആസ്ഡ് ഫോർ ഇൻ ദ സെയിം ഫോം. ഒരേ ഫോമിൽ ഒരു ഫോമിൽ റെക്കോർഡ് ആവശ്യപ്പെടുമ്പോൾ ഒരു റെക്കോർഡ് മാത്രമേ ഒരു ഫോമിലൂടെ ആവശ്യപ്പെടാൻ പാടുള്ളൂ. And all the records issued out of the record section shall be entered in a record issue register. റെക്കോർഡ് കീപ്പറുടെ പക്ഷം അദ്ദേഹത്തിൻ്റെ കൈകളിൽ റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്റർ ഉണ്ട്. അതായത് പഴയ കേസുകളൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ സെക്ഷനിൽ നിന്ന് റെക്കോർഡുകൾ ആവശ്യപ്പെടും. അതിൻ്റെ കൃത്യമായ രേഖ ഈ റെക്കോർഡ് സെക്ഷനിൽ സൂക്ഷിക്കേണ്ടതാണ് എന്നർത്ഥം. ആ രജിസ്റ്ററുടെ പേരാണ് റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്റർ. അടുത്തത് ദ റെക്കോർഡ് റൂം വിൽ ബി ഇൻസ്പെക്റ്റഡ് അറ്റ്ലീസ്റ്റ് ഡാഷ് ബൈ ഡാഷ്. അതായത് റെക്കോർഡ് റൂം എത്ര കാലത്തിനുള്ളിൽ ഹയർ അതോറിറ്റീസ് ഇൻസ്പെക്റ്റ് ചെയ്യണം? അതിൻ്റെ ആൻസർ ഇറ്റ് ഷുഡ് ബി ഇൻസ്പെക്റ്റഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ക്വാർട്ടർ. അതായത് 4 മാസത്തിലൊരിക്കൽ ബൈ ദ മാനേജർ ഓർ ഹെഡ് മിനിസ്റ്റീരിയൽ ഓഫീസർ. ആ ഓഫീസിലെ മാനേജർ അല്ലെങ്കിൽ ഹെഡ് മിനിസ്റ്റീരിയൽ സ്റ്റാഫിൻ്റെ ഹെഡ് വേണം അത് ഇൻസ്പെക്റ്റ് ചെയ്യാൻ എന്നർത്ഥം. Dash is maintained to watch the receipt or dispatch of periodical reports and returns. അതായത് കൂടെ വരുന്ന റെസീറ്റും അതിൻ്റെ ഡെസ്പാച്ചും ഓഫ് പീരിയോഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് റിട്ടേൺസ് ഒക്കെ വരുന്നത് വാച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന രജിസ്റ്റർ ഏതാണെന്നാണ് പീരിയോഡിക്കൽ രജിസ്റ്റർ. ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസാണ്. ദെൻ പെർമനൻറ്റ് ഫയൽസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഓർഡേഴ്സ് മെയിൻറ്റെയിൻഡ് ഇൻ ഫോർ കേസ് ഓഫ് റെഫറൻസ് ഈസ് നോൺ ആസ്. അതായത് എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും സൂക്ഷിക്കേണ്ട ഒരു ഫയലാണിത്. അതായത് ഗവൺമെൻറ് കാലാകാലങ്ങളിൽ അയക്കുന്ന ജിയോസും ഇൻസ്ട്രക്ഷൻസും ഡിസിഷൻസും ഒക്കെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു ജിയോ ഉണ്ട്, അത് കണ്ടിട്ടുണ്ടോ, അതിൻ്റെ ഒരു കോപ്പി കിട്ടുമോ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന എല്ലാ ഉത്തരവുകളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനുകളും അയച്ചു കൊടുക്കുന്നുണ്ട്. അതതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡറിൽ സൂക്ഷിക്കേണ്ടതാണ്. അതിനെയാണ് സ്റ്റോക്ക് ഫയൽ എന്ന് പറയുന്നത്. വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ ഓഫീസിലും സൂക്ഷിക്കേണ്ട ഫയലാണ് സ്റ്റോക്ക് ഫയൽ. ഇതെത്ര ഓഫീസിൽ സൂക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് എനിക്ക് നിശ്ചയമില്ലെന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം അങ്ങനൊരു ഫയലുണ്ടെങ്കിൽ എന്തുമാത്രം ഗുണകരമായിരിക്കും. ആരുടെയും സഹായമില്ലാതെ ആ സ്റ്റോക്ക് ഫയൽ എടുത്താൽ 1969 ഓർഡർ എന്തായിരുന്നു, 88 ഇറക്കിയ ഓർഡർ എന്താണ്, ഇതൊക്കെ ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ ഓഫീസിൽ ഉണ്ടാകാൻ പറ്റും. അപ്പോൾ കൃത്യമായി ഇതിനൊക്കെ സംവിധാനമുണ്ട് എന്നെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 35. അരിയർ ലിസ്റ്റ് ഈസ് ടു ബി സബ്മിറ്റഡ് ടു ദി ഹെഡ് ഓഫ് ഓഫീസ് ഓൺ. അതായത് അരിയർ ലിസ്റ്റ് ഈ വർക്ക് രജിസ്റ്റേഴ്സൊക്കെ ക്ലോസ് ചെയ്യുമ്പോൾ പേപ്പേഴ്സൊക്കെ അരിയേഴ്സിലാണ്, അത് ഫൈനൽ ഡിസ്പോസൽ ആയിട്ടില്ല. ഇത് ഹെഡ് ഓഫ് ഓഫീസിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. എന്നാണെന്നാണ് ചോദ്യം. 10th of each month, ഓരോ മാസവും 10ാം തീയതിക്ക് അങ്ങനെ ഒരു ഫയലിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഫയലുകളെക്കുറിച്ചും അരിയേഴ്സ് ആയിട്ടുള്ള എത്ര കാലമായിട്ട് അരിയേഴ്സാണ്, എന്തുകൊണ്ട് എന്നുള്ള വിവരങ്ങൾ മുഴുവൻ ഹെഡ് ഓഫ് ഓഫീസിനെ 10ാം തീയതിക്ക് മുൻപ്, ഓരോ മാസവും 10ാം തീയതിക്ക് മുമ്പ് അദ്ദേഹത്തെ അറിയിക്കേണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ്. Then question number 36. When a paper cannot be disposed of till a suit is decided, it will be entered in the dash and its custodian will be. When a paper cannot be disposed of till a suit is decided. അതായത് കോടതിയിൽ ഒരു കേസ് പെൻഡിങ് ആണ്, അതിൻ്റെ ഫൈനൽ ഡിസ്പോസൽ ആയിട്ടില്ല എങ്കിൽ ഇറ്റ് വിൽ ബി, അതെവിടെയാണ് അത് രേഖപ്പെടുത്തുന്നത്, ആ ഫയലിനെ ആ പേപ്പറിനെ കുറിച്ചുള്ള വിവരം, ആ രജിസ്റ്ററിനെയാണ് നമ്മൾ കാൾ ബുക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇറ്റ്സ് കസ്റ്റോഡിയൻ വിൽ ബി, ഈ കാൾ ബുക്ക് സൂക്ഷിക്കേണ്ടത് ആരാണ്? ദി തപാൽ ക്ലാർക്ക്. ഈ 2 കാര്യങ്ങളും പരമ പ്രധാനമാണ്, കാൾ ബുക്ക് ആൻഡ് തപാൽ ക്ലാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 37. മുസ്ലിം ഓഫീസേഴ്സ് ഹൂ വിഷ് ടു ഓഫർ ജുമാ പ്രേയേഴ്സ് വിൽ ബി ഗ്രാൻറ്റഡ് ഓൺ ഫ്രൈഡേ ആൻ ഇൻ്റർവൽ ഓഫ്.
അതായത് മുസ്ലിം ഓഫീസേഴ്സിന് വെള്ളിയാഴ്ച നമുക്കറിയാം ജുമാ പ്രയറിന് പോകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു ഇൻ്റർവെൽ കൊടുക്കാറുണ്ട്. അത് സമയം എപ്പോഴാണെന്നാണ് 2 hours ഫ്രം 12:30 PM. ദെൻ ദി അറ്റൻഡൻസ് രജിസ്റ്റർ വിൽ ബി ക്ലോസ്ഡ് ബൈ ദ സൂപ്പറിൻറ്റൻഡൻറ്റ്. ഓരോ ഓഫീസിലും അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ട്. അതെപ്പോഴാണ് ക്ലോസ് ചെയ്യേണ്ടതെന്നാണ് 10 minutes ആഫ്റ്റർ ദി ഓഫീസ് ഓപ്പൺസ്. ഓഫീസ് ടൈം എപ്പോഴാണോ നിശ്ചയിച്ചിരിക്കുന്നത്, അത് ചില സിറ്റികളിലൊക്കെ ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് 10 minutes ആഫ്റ്റർ ദി ഓഫീസ് ഓപ്പൺസ്. ഓഫീസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റിനകം അറ്റൻഡൻസ് രജിസ്റ്റർ ക്ലോസ് ചെയ്യേണ്ടതാണ്. ദെൻ ഫോർ എവരി ഡാഷ് ഡേയ്സ് ലേറ്റ് അറ്റൻഡൻസ് വിത്തൗട്ട് പെർമിഷൻ എ കാഷ്വൽ ലീവ് വിൽ ബി ഫർഫീറ്റഡ്. ഒരു കാഷ്വൽ ലീവ് ഫർഫീറ്റ് ചെയ്യുന്നതിന് ഒരാൾ ലേറ്റായിട്ടാണ് ഓഫീസിൽ വരുന്നത്, ഈ 10 മിനിറ്റ് കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ അങ്ങനെ 3 ദിവസം അയാൾ ലേറ്റാണ് എങ്കിൽ 3 ദിവസത്തെ ലേറ്റ് അറ്റൻഡൻസിന് ഒരു കാഷ്വൽ ലീവ് ഡെബിറ്റ് ചെയ്യുന്നതായിരിക്കും. ദെൻ വാട്ട് ഈസ് ദി ഗ്രൗണ്ട് ഫോർ കണ്ടോണിങ് ആബ്സെൻസ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് സാങ്ഷൻ? വാട്ട് ഈസ് ദി ഗ്രൗണ്ട് ഫോർ ഒരു ആബ്സെൻസ് കണ്ടോൺ ചെയ്യുന്നത്, അതായത് ആ സാങ്ഷൻ കിട്ടും എന്ന പ്രതീക്ഷയിൽ ഒരു ആബ്സെൻസ് കണ്ടോൺ ചെയ്യുന്നത് ഏത് സാഹചര്യത്തിലാണെന്നാണ്. ഇഫ് ദി നെസസിറ്റി ഓഫ് ദ ലീവ് കുഡ് നോട്ട് ഹാവ് ബീൻ ഫർസീൻ. അതായത് ഏത് ലീവും നമ്മൾ മുൻകൂറായിട്ട് അപേക്ഷിച്ചിട്ട് വേണം അവൈൽ ചെയ്യാമെന്ന് അറിയാം. പക്ഷേ ആ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അത് പറ്റാതെ വരുന്നതല്ല. ഇപ്പോൾ വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ഹോസ്പിറ്റലൈസ് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ മുൻകൂറായിട്ട് അപേക്ഷ നൽകാൻ സാധ്യമല്ല. ആ സമയത്താണ് ദ ഗ്രൗണ്ട് ഫോർ കണ്ടോണിങ് ആബ്സെൻസ്, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം കണ്ടോൺ ചെയ്യാനുള്ള അധികാരം. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. എ ഗവൺമെൻറ് സർവൻറ്റ് മേ നോട്ട് റിസീവ് എനി പ്രസൻസ് ഫ്രം വിസിറ്റേഴ്സ്. ആൻസർ ഈസ് ട്രൂ. സച്ച് ആൻ ആക്ഷൻ ഈസ് ഇറഗുലർ. കോഡ് ഓഫ് കോണ്ടക്റ്റിലും ഇത് വിശദമായി പറയുന്നുണ്ട്. ആരിൽ നിന്നും ഒരു സമ്മാനവും ഒരു സഹായവും ഒന്നും ഒരു ഗവൺമെൻറ് സർവൻറ്റ് സ്വീകരിക്കാൻ പാടില്ല. ദെൻ കോൺഫിഡൻഷ്യൽ റെക്കോർഡ്സ് ഓഫ് ദ സ്റ്റാഫ് ഷാൽ ബി കെപ്റ്റ് ഇൻ ദ കസ്റ്റഡി ഓഫ് ഡാഷ് ഓർ ഡാഷ് ആസ് റൂൾസ്. അതായത് കോൺഫിഡൻഷ്യൽ റെക്കോർഡ്സ് ഉണ്ട്. ഓരോ ഗവൺമെൻറ് സർവൻറ്റിൻ്റെയും ബിഹേവിയറും അയാളുടെ ഡെഡിക്കേഷൻ ടു വർക്കും ഇതെല്ലാം വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും കോൺഫിഡൻഷ്യൽ രഹസ്യമായിട്ട് റെക്കോർഡ് സൂക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ കസ്റ്റോഡിയൻ ആരാണെന്നാണ്. അത് ആൻസർ ഹെഡ് ഓഫ് ഓഫീസ് ആസ് പെർ ഓർ ദ മാനേജർ. ഒന്നുകിൽ ഹെഡ് ഓഫ് ഓഫീസ് ആയിരിക്കും, അല്ലെങ്കിൽ മാനേജർ ആയിരിക്കും അതിൻ്റെ കസ്റ്റോഡിയൻ. ദെൻ എഗ്രിമെൻറ്റ്സ് എക്സിക്യൂട്ടഡ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കസ്റ്റഡി ഓഫ്. ഒരു എഗ്രിമെൻ്റ് ഒപ്പിടുകയാണെങ്കിൽ ആ എഗ്രിമെൻ്റ് ആരുടെ കസ്റ്റഡിയിലായിരിക്കണം? അത് മാനേജറുടെ. ഈ മാനേജർ എന്ന് പറയുന്നത് ഇവിടെ ഹെഡ് ഓഫ് ഓഫീസ് ആവാം എന്ന് ഓർക്കുക. അത് ഡിപ്പാർട്ട്മെൻറ്റിനെ ആശ്രയിച്ചിരിക്കും. ദെൻ എ ഡാഷ് ഷാൽ ബി പ്രിപ്പയർഡ് ആൻഡ് ഇഷ്യൂഡ് അണ്ടർ എ ഫോർമൽ സ്റ്റാൻഡിംഗ് ഓർഡർ or office order. That means a list of registers shall be prepared. അതായത് ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആണ് ഒരു ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് എപ്പോഴും ഒരു ഓഫീസിൽ ലഭ്യമാവണം. ആൻഡ് ഇറ്റ് ഷാൽ ബി പ്രിപ്പയർഡ് ആൻഡ് ഇഷ്യൂഡ് അണ്ടർ എ ഫോർമൽ സ്റ്റാൻഡിംഗ് ഓർഡർ ഓർ ഓഫീസ് ഓർഡർ. അതിനായിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഹെഡ് ഓഫ് ഓഫീസ് പ്രസിദ്ധീകരിച്ചിരിക്കണം എന്നർത്ഥം. അത് നോക്കിയാൽ അറിയാം നമുക്ക് ആ ഓഫീസിൽ എന്തൊക്കെ രജിസ്റ്റേഴ്സാണ് ഉള്ളത്. അതെന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെ രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. ദെൻ ഓൾ രജിസ്റ്റേഴ്സ് കംപ്ലീറ്റഡ് ഓർ അതർവൈസ് ക്ലോസ്ഡ് ഷാൽ ബി ട്രാൻസ്ഫേർഡ് ഓൺ ഫോർമൽ അക്നോളജ്മെൻറ്റ് ടു. അതായത് എല്ലാ രജിസ്റ്റേഴ്സും അത് എഴുതി തീർന്നു കഴിഞ്ഞാൽ, അല്ലെ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ്. എങ്ങോട്ടാണത് അതെടുത്ത് കളയല്ല, നശിപ്പിക്കുകയല്ല. ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ഓൺ ഫോർമൽ അക്നോളജ്മെൻറ്റ് ടു ദി റെക്കോർഡ് കീപ്പർ. റെക്കോർഡ് കീപ്പറെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറോടുകൂടി അദ്ദേഹത്തിനാണത് കൈമാറേണ്ടത്. വിച്ച് ഈസ് ദ ഡോക്യുമെൻറ്റ് ദാറ്റ് നീഡ് നോട്ട് ബി ഫ്ലാഗ്ഡ്. ഫ്ലാഗ് ചെയ്യേണ്ടാത്ത ഡോക്യുമെൻ്റ് ഏതാണെന്നാണ്. എ ഡിസ്പോസൽ ഫയൽ കറണ്ട് ഓർ നോട്ട് ഫയൽസ് ദംസെൽസ്. സി മാപ്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഡി ഡോക്കറ്റ് ഫയൽസ്. ആൻഡ് ആൻസർ ദ കറണ്ട് ഓർ നോട്ട് ഫയൽസ് ദംസെൽസ്. അത് ഫ്ലാഗ് ചെയ്യേണ്ട കാര്യമില്ല എന്നർത്ഥം. ദെൻ ദി ആൽഫബറ്റ് എ ആൻഡ് ദ നമ്പർ 1 in an alternative reference in the form of memorandum, letter etc. numbered as A1 2260 Bartol represents.
അപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ നമ്പർ കണ്ടാൽ അതെന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നാണ്. A12260/12 റെപ്രസെൻറ്റ്സ് വാട്ട്? എ റെപ്രസെൻറ്റ്സ് ദി സെക്ഷൻ ലെറ്റർ, 1 എന്ന് പറയുന്നത് ക്ലാർക്സ് നമ്പർ, ദെൻ 22060 നോട്ട് ദ കറണ്ട് ഫയൽ, അത് കറണ്ട് ഫയലിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അല്ലാതെ അർത്ഥമില്ലാതെ വെറുതെ എഴുതുന്ന നമ്പേഴ്സ് അല്ല എന്ന് അർത്ഥം. ദി എൻട്രി ഇൻ ദ ഇൻഡെക്സ് റിലേറ്റിംഗ് ടു ആൻ ഇൻഡിവിജ്വൽ പേപ്പർ ഈസ് കോൾഡ്, ദി എൻട്രി ഇൻ ദ ഇൻഡെക്സ് റിലേറ്റിംഗ് ടു ആൻ ഇൻഡിവിജ്വൽ പേപ്പർ ഈസ് കോൾഡ് ടൈറ്റിൽ. ആ പേപ്പറിൽ എഴുതുന്ന ഇൻഡെക്സിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. എ കറണ്ട് പെൻഡിങ് for a long time may be closed and a new one opened. Whether it is true or false? It is false. A current pending means a current file pending for a long time. അതിൽ ആത്യന്തികമായിട്ട് അല്ലെങ്കിൽ അന്തിമമായിട്ട് തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ അത് ക്ലോസ് ചെയ്തൊരു പുതിയ ഫയൽ തുടങ്ങാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നോ, ദാറ്റ് ഈസ് ഇറഗുലർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 50. എ കമ്മ്യൂണിക്കേഷൻ ടു വിച്ച് എ റിപ്ലൈ ഈസ് എക്സ്പെക്റ്റഡ് വാസ് ഗിവൺ ഫൈനൽ ഡിസ്പോസൽ. ഡു യു എഗ്രി വിത്ത് ദിസ് ഡിസിഷൻ? അതായത് ഒരു റിപ്ലൈ പെൻഡിങ് ആണ് എങ്കിൽ അത് നമുക്ക് ഫൈനൽ ഡിസ്പോസൽ ആക്കാൻ പറ്റുമെന്നാണ്. ആൻഡ് ആൻസർ നോ. ഗ്രേറ്റ് കെയർ മസ്റ്റ് ബി ടേക്കൺ ടു ഗീവ് ഫൈനൽ ഡിസ്പോസൽ ടു സച്ച് എ കമ്മ്യൂണിക്കേഷൻ. ഗ്രേറ്റ് കെയർ മസ്റ്റ് ബി ടേക്കൺ നോട്ട് ടു ഗീവ് ഫൈനൽ ഡിസ്പോസൽ ടു സച്ച് എ. ഏതെങ്കിലും ഒരു കാര്യത്തിന് റിപ്ലൈ പെൻഡിങ് ആണെങ്കിൽ അതിനെ ഒരു ഫൈനൽ ഡിസ്പോസൽ ആക്കാൻ പാടില്ല എന്നർത്ഥം. The communication closes a file. Can the file be given final disposal? അതായത് ഒരു എല്ലാ ആക്ഷനും എടുത്തിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അത് ഫയൽ ക്ലോസ് ചെയ്തു. ആ സാഹചര്യത്തിൽ ക്യാൻ ദ ഫയൽ ബി ഗിവൺ ഫൈനൽ ഡിസ്പോസൽ? ആ ഫയൽ നമുക്ക് ഫൈനൽ ഡിസ്പോസൽ ആക്കാൻ പറ്റുമെന്നാണ്. ആൻസർ ഈസ് യെസ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 52. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ടു ബി രജിസ്റ്റേർഡ് ഇൻ ദി പേഴ്സണൽ രജിസ്റ്റർ? ക്ലാർക്ക് സ്റ്റേറ്റിലെ പേഴ്സണൽ രജിസ്റ്റർ ഉണ്ട്. അതിൽ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ടു ബി രജിസ്റ്റേർഡ്? ആ രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ്? എ കറണ്ട്സ് റിസീവ്ഡ്, ബി പീരിയോഡിക്കൽസ് റിസീവ്ഡ്, സി പേപ്പേഴ്സ് ടു ബി എൻറ്റേർഡ് ഇൻ സ്പെഷ്യൽ രജിസ്റ്റേഴ്സ്, ഡി ഗവൺമെൻറ് ഓർഡേഴ്സ് ഇൻ വിച്ച് നോ ആക്ഷൻ ബിയോണ്ട് കമ്മ്യൂണിക്കേഷൻ ടു സബോർഡിനേറ്റ്സ്. ഇതിലെ ഏത് കാര്യമാണ് ഈസ് ടു ബി രജിസ്റ്റേർഡ് ഇൻ ദി പേഴ്സണൽ രജിസ്റ്ററിൽ എഴുതേണ്ടതെന്നാണ്. അതിൻ്റെ ആൻസർ കറണ്ട് റിസീവ്ഡ് ആണ്. അതായത് കറണ്ട് ഫയലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സാണ് പേഴ്സണൽ രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യേണ്ടതെന്നർത്ഥം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഡാഷ് ടു ചെക്ക് ഡിലേയ്സ് ഇൻ ദ ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് ഇൻ ദെയർ ഓഫീസ്. ആരുടെ ഡ്യൂട്ടിയാണ് ഡിലേ ഉണ്ടാവുന്നത് ചെക്ക് ചെയ്യേണ്ടത്? അതിൻ്റെ ആൻസർ ഹെഡ് ഓഫ് ഓഫീസ്, സൂപ്പറിൻറ്റൻഡൻറ്റ് ആൻഡ് മാനേജർ, 3 പേരുടെയും ഉത്തരവാദിത്വമാണ് എന്നർത്ഥം. ദെൻ ഡാഷ് പ്രിസ്ക്രൈബ്സ് എ ഷെഡ്യൂൾ ഓഫ് ഇൻസ്പെക്ഷൻ ഓഫ് PRs, പേഴ്സണൽ രജിസ്റ്റേഴ്സ്, ബൈ ഓഫീസേഴ്സ് ആൻഡ് ഡാഷ് ഷുഡ് ഇൻസ്പെക്ട് ദ PR രജിസ്റ്റർ എവറി മന്ത്. ആരാണ് ഹൂ ഷുഡ് പ്രിസ്ക്രൈബ് എ ഷെഡ്യൂൾ ഓഫ് ഇൻസ്പെക്ഷൻ? അത് ഹെഡ് ഓഫ് ഓഫീസാണ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്. ആൻഡ് ദ സൂപ്പറിൻറ്റൻഡൻറ്റ് ഷുഡ് ഇൻസ്പെക്ട് ദി PR എവരി മന്ത്. സൂപ്പറിൻറ്റൻറ്റിൻ്റെ ജോലിയാണത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേസസ് ഓർഡേർഡ് ബൈ HOD ടു ബി കെപ്റ്റ് ഇൻ അബയൻസ്. ഓർഡേർഡ് ബൈ HOD, cases ordered by HOD to be kept in abeyance for a definite period not exceeding 3 months are called. അതായത് ഏതെങ്കിലും കേസുകൾ ഏതെങ്കിലും സാഹചര്യത്തിൽ 3 മാസത്തോളം അത് ആക്ഷൻ എടുക്കാതെ വയ്ക്കാൻ ആവശ്യപ്പെടുന്നതിനെയാണ് ലൈ ഓവർ കേസസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മന്ത്ലി ബിസിനസ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ അരിയേഴ്സ് ലിസ്റ്റ് ഹാസ് ടു ബി പ്രിപ്പയർഡ് ബിഫോർ. അതായത് മന്ത്ലി ബിസിനസ് സ്റ്റേറ്റ്മെൻറ്റും അരിയർ ലിസ്റ്റും എടുക്കേണ്ടത് എപ്പോഴാണ്? 5th of every month. ബിഫോർ 5th of every month ആണ്. ദെൻ വാട്ട് ഈസ് റിമൈൻഡർ ഡയറി? എന്താണ് റിമൈൻഡർ ഡയറി എന്ന് പറഞ്ഞാൽ? റിമൈൻഡർ ഡയറി ഈസ് ടു റിമൈൻഡ് ഇനിഷ്യേഷൻ ഓഫ് ഫർദർ ആക്ഷൻ ഇൻ എനി ഫയൽ ഓർ എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റ്. ഏതെങ്കിലും കാര്യത്തിൽ
ഒരു റിമൈൻഡറായിട്ട് ഫർദർ ആക്ഷൻ എടുക്കേണ്ടതിൻ്റെ റിമൈൻഡറായിട്ട് സൂക്ഷിക്കുന്നതാണ് റിമൈൻഡർ ഡയറി എന്ന് പറയുന്നത്. ഒരു സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റിന് മുമ്പ് അതിൻ്റെ ആക്ഷനും അതുവഴി നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. ഇതോടുകൂടി MOPയിൽ വളരെ പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഐ വിഷ് എവരി വൺ ഓഫ് യു ക്യാൻ ഈസിലി പാസ് ദി എക്സാം. And I wish that God bless each and every one of you. Thank you for the valuable time.